ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും anusfoodworld സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ ഈസി ആയിട്ട് പുരൻ പോളി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്കറിയാം, ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലുള്ളവരുടെ അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ്. വളരെ ഈസി ആയിട്ട് സ്റ്റഫിംഗ് ഒന്നും ഇല്ലാണ്ട് ലിക്വിഡ് ഡോ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് തന്നെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. ഇത് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ്. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കടലപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതാ ഈ പരിപ്പ് നമ്മൾ പായസമൊക്കെ വയ്ക്കുന്നില്ലേ, കടലപ്പരിപ്പ് പായസം, അതിൻ്റെ പരിപ്പ് കേട്ടോ. ഇനി ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇതാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഞാനിപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ അടച്ച് വയ്ക്കുന്നേ ഉള്ളൂ. അത്രയും മതി. നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കണമെങ്കിൽ വെക്കാം. ഇപ്പം അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതുപോലെ വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വരും. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴും നല്ല ചൂടുണ്ട്. ജസ്റ്റ് നോക്കണം, കണ്ടല്ലോ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പരിപ്പ് ആദ്യമേ കഴുകി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇനി കഴുകി എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയ ശേഷം കുതിരാൻ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതൊന്ന് നന്നായിട്ട് ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കുകയല്ല. 1 കപ്പ് ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് അതിനൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. ചൂടൊന്നുമില്ല, ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ശർക്കര ഇതിലേക്ക് ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്തിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലാണ് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. ഒരു കട്ടിയുള്ള ഒരു ബാറ്റർ, നമ്മൾ പറയില്ലേ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വിസ്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കണ്ടല്ലോ, ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുള്ളൂ. 1 കപ്പ് മുഴുവൻ വേണ്ടി വന്നില്ല, ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടി വന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മാവിൻ്റെ അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ ബട്ടറോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പുരൻ പോളിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല തിക്കായിട്ട് ഒരു ഇഡലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കണം നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ബട്ടറോ നമുക്ക് യൂസ് ചെയ്യാം. നെയ്യായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ സാധാരണ ഇത് നെയ്യിലാണ് ചെയ്യുന്നതല്ലോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബാറ്റർ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ദോശ പരത്തുന്ന പോലെ പരത്തി എടുക്കുമൊന്നും വേണ്ട, തന്നെ ഇത് പരന്ന് വന്നോളും. ഇനി അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം കുറച്ച് ഓയിലോ നെയ്യോ അതിന് മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിലും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വരുന്നത് വരെ മൊരിച്ചെടുക്കണം. അപ്പോൾ നെയ്യോ ഓയിലൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയാണ് നമ്മൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് അതിനൊന്ന് ചുട്ടെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെയാവും, കുറേ സമയം എടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ വീർത്ത് വരുന്നുണ്ട്.
നമ്മൾ ചുടുന്ന ആ ഒരു എന്താ പറയുക പുരൻ പോളിയിൽ ഹോളൊന്നും വീണിട്ടില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ വീർക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ തവിയൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് വെച്ചിട്ട് ഹോളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് വീർത്ത് വരണമെന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മുടെ ഇത് വീർത്ത് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരെണ്ണം ചുട്ടിട്ട് അടുത്തത് ചുടാൻ നേരത്ത് ജസ്റ്റ് അതിൻ്റെ തീ ഒന്ന് കുറച്ച് അതൊന്ന് പാനൊന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കിയാൽ നമ്മൾ സ്റ്റഫിംഗ് ഒന്നും വെക്കാണ്ട് ലിക്വിഡ് ബാറ്ററിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്കിലും കണ്ട ഉള്ളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക സ്റ്റഫിംഗ് ഒക്കെ വെച്ച് ചെയ്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടണും അതിൽ ചോദിക്കുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.